ഫുള്ളായിട്ട് ഷീറ്റ് കൊണ്ട് കവർ ചെയ്താൽ ചുറ്റുഭാഗം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാണുന്ന PDM ഉണ്ടല്ലോ, ഇതിൻ്റെ മുൻഭാഗം കണ്ടില്ലേ, ഇത്രയും ഈ മുൻഭാഗത്തുള്ള വീതി കണ്ടോ, ഏകദേശം ഒരു 3 മീറ്റർ 4 മീറ്റർ നീളം. അതിൻ്റെ അതേ ലെയറിൽ ആ മുൻഭാഗം കംപ്ലീറ്റ് ഷട്ടർ ചെയ്താണ്. നമ്മൾ വെള്ളമടിക്കുന്നത് ഷട്ടർ മുളകാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് ഉൾഭാഗത്ത് ഇതുപോലെ തന്നെ 1, 2, 3 ലെയറായിട്ട് മതിൽ കെട്ടി തിരിച്ചതാണ്. എല്ലാം ചുമരാണ് അടിക്കുന്നത്. ഇപ്പം തീ എന്ത് സംഭവിച്ചാൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ ഏകദേശം ഒരു 3 മീറ്റർ നീളത്തിൽ വീതിയിലുള്ള മൊത്തം ലൈനിൽ ഫയറില്ല, അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് വരുന്ന ഏകദേശം 3-4 മീറ്റർ നീളമുള്ള അടുത്ത ചേംബർ, ഇതെല്ലാം ചുമര് കെട്ടി തിരിച്ചതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ അടിക്കാൻ പറ്റാത്തത്. അതിൻ്റെ ഉള്ളിലും തീ അണഞ്ഞു എന്ന് പറയാം, ചെറിയ കണൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കാണുന്നത് ഈ മുൻഭാഗത്തിൻ്റെ അടുത്ത് ആ 4 ലെയറാണ് ഇത് ഉള്ളത്. ഈ കിടക്കുന്ന ഇവിടെ കാണുന്ന രണ്ടാമത്തെ ലെയറിലാണ് ഇപ്പോൾ തീ, എത്ര ഏരിയത്താണ് തീയുള്ളത്. ആ ഭാഗത്താണ് എല്ലാം തന്നെ ചുമര് കെട്ടി തിരിച്ചതാണ്. നേരെ എൻ്റെ കൂടെ വരിക വെച്ചാൽ ഞാൻ ഉള്ളിൽ കയറ്റിയിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം. കയറി ഉള്ളിൽ പോയി ഫുള്ളായിട്ട് അവിടെ തൊട്ട് തീയിലോട്ട് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോണി വഴി കയറി ഇതിൻ്റെ ഈ വഴി ഉള്ളോട്ട് കയറി ആ തീയിലോട്ട് ഇതാണ് പോയിട്ട് വരുന്നത്. അപ്പോൾ ഈ ലെയറിങ് അത് മാത്രമേ ഉള്ളൂ. അവിടെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഞങ്ങൾ ഇത് ഏതായാലും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബിൽഡിംഗ് ഞങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ 3 ലൈനിൽ 6 ആൾക്കാർ ഒരേ സമയത്ത് വർക്ക് ചെയ്തിട്ട് തീ അങ്ങോട്ട് പടവാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തന്നെ തീ അങ്ങോട്ട് പോകില്ല. ഇതേതായാലും കത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രി ചെയ്യാൻ ഇത് ഒന്നായിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നിയന്ത്രണ വിധേയം തന്നെയാണ്. തീ അങ്ങോട്ട് ഒരിക്കലും തന്നെ അങ്ങോട്ടേ പോകില്ല. ഈ പിടുത്തം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, പിന്നെ അപ്പുറത്തേ പോകില്ല.